ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാറുമോ? കുറച്ചായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും എന്ന് ചിലരൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാറുകയാണെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടാണ് മാറുക എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താവും, മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ എന്നൊരു തിയറി ആദ്യം കൊണ്ടുവന്നത് ആപ്പിൻ്റെ നേതാവ് കെജ്രിവാളാണ്. കെജ്രിവാളിന് ഇൻ്ററിം ബെയിൽ കിട്ടി, ഇടക്കാല ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ കെജ്രിവാൾ നടത്തിയ ഒരു പ്രസംഗം നമ്മുടെ നാട്ടിലെ മീഡിയ പ്രതിപക്ഷം വലിയ തോതിൽ ആഘോഷിച്ചു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്ന് UPയിൽ BJPക്ക് പ്രതീക്ഷിക്കാത്ത പരാജയമുണ്ടായി. പിന്നീട് നിരന്തരം ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ന് ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അഖിലേഷ് യാദവ്, കനൗജിലെ MPയും SP പാർട്ടിയുടെ സുപ്രീമോ ആയിട്ടുള്ള അഖിലേഷ് യാദവ് ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. മൺസൂൺ കാല മഴക്കാല ഓഫർ എന്നാണ് പറയുന്നത്. കേശവ് പ്രസാദ് മൗര്യ അറിയാമല്ലോ, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. യോഗിയുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ 2017 ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചിട്ടാണ് ദില്ലിയിൽ നിന്ന് യോഗിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയത് എന്നൊക്കെയുള്ള കഥകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാലാവസ്ഥയുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ നദ്ദയെ പോയി കാണുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായ യോഗി ആദിത്യനാഥ്, രണ്ടുപേരാണ് ഉപമുഖ്യമന്ത്രിയായ കേശവ പ്രസാദ് മൗര്യ. അവിടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ബ്രിജേഷ് പഥക്കാണ് രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രി. അപ്പോൾ ഇപ്പം അഖിലേഷ് യാദവ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കേശവ പ്രസാദ് മൗര്യയ്ക്ക് ഒരു ഓഫർ തന്നിരിക്കുന്നു. നിങ്ങൾ 100 MLA കൂട്ടി ഞങ്ങൾ പുറത്തേക്ക് വരൂ, BJPയിൽ നിന്ന് ഞങ്ങൾ പിന്തുണയ്ക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാം. അപ്പോൾ UPയിൽ ഒരു രാഷ്ട്രീയ മാറ്റം, അല്ലെ യോഗിയെ പുറത്താക്കുക എന്നുള്ള അജണ്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഭിന്നത ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. അവിടെ BJPയിൽ വലിയ ഭിന്നിപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ അപ്പോൾ UPയിലെ BJP അധ്യക്ഷൻ്റെ പേര് ഭൂപേന്ദ്ര ചൗധരി എന്നാണ്. ആദ്യം കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നത് ഈ പറഞ്ഞതുപോലെ യോഗിയുടെ പേര്, അല്ലെങ്കിൽ കേശവ പ്രസാദ് മൗര്യ വരെയുള്ള കേൾക്കുന്നു. രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബ്രിജേഷ് പഥക്കിൻ്റെ പേര് പോലും അത്ര പോപ്പുലർ അല്ല. അപ്പോൾ രണ്ട് പേരുകളാണ് പ്രധാന. കേശവ പ്രസാദ് മൗര്യയുടെയും യോഗി ആദിത്യനാഥിൻ്റെ പേരുമാണ് പൊളിറ്റിക്കൽ സർക്കിളിൽ വ്യാപകമായി അറിയാവുന്നത്. ബാക്കിയുള്ള ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളാണെന്ന് പറയാം. അപ്പോൾ ഭൂപേന്ദ്ര ചൗധരി UPയിലെ പരാജയത്തെക്കുറിച്ച് ദീർഘമായി ഒരു സ്റ്റഡി നടത്തി ഒരു റിപ്പോർട്ട് UP പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 6 കാരണങ്ങളാണ് UPയിൽ പരാജയപ്പെടാൻ ഇടയാക്കിയതെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റമാണ്. അവിടുത്തെ പരിപാടികളൊക്കെ BJP സർക്കാർ, യോഗി സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് സർക്കാരിനല്ലല്ലോ, സർക്കാരിൻ്റെ മെഷീനറിയാണ്. സർക്കാരിൻ്റെ മെഷീനറി നിശ്ചയമായും അതിൽ കുറേ ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ SP-യുടെ ഒക്കെ സ്വാധീനത്തിന് വഴങ്ങി ഈ പരിപാടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു ദൗർബല്യം തന്നെയാണ്. നമ്മൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന് നമ്മളൊക്കെ പരക്കെ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ ബ്യൂറോക്രസിയുടെ ലെവലിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭൂപേന്ദ്ര ചൗധരിയുടെ റിപ്പോർട്ടിലെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പറയുന്നത് ഇപ്പോൾ വർത്തമാനകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 15 പരീക്ഷാ പേപ്പർ ചോർച്ച ഉത്തർപ്രദേശിലുണ്ടായിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയുമായി കണക്ട് ചെയ്യാവുന്നതാണ്. 15 ചോദ്യപേപ്പർ ചോർച്ചകൾ 3 വർഷത്തിനിടയിൽ ഉണ്ടായപ്പോൾ വലിയ തോതിൽ സംവരണ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചാരണം അത് പിടിച്ച് ജാതി രാഷ്ട്രീയത്തിന് നിർണായക സ്വാധീനമുണ്ടായ UPയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് സർക്കാർ വകുപ്പുകളിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നതിൽ ചില പോരായ്മകളുണ്ട്. ഈ സ്ഥിര നിയമനങ്ങൾക്ക് പകരം വ്യാപകമായി കരാർ നിയമനങ്ങൾ നടക്കുന്നു. അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്, എതിർപ്പുണ്ട്. അവിടെയും സംവരണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ സ്ഥിര നിയമനമാകുമ്പോൾ സംവരണം നോക്കിയിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കരാറാകുമ്പോഴത്തേക്ക് ഈ ജാതി നോക്കേണ്ട കാര്യം, രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശ അനുസരിച്ച് ജാതി മത പരിഗണനകൾ കൂടാതെയാണ് കരാർ നിയമനം നടക്കുന്നത്. സംവരണം നോക്കേണ്ടതില്ല. അതിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നോക്ക വിഭാഗങ്ങളായ കുർമി, മൗര്യ തുടങ്ങിയ സമുദായങ്ങളുടെ പിന്തുണ കുറഞ്ഞു. ദളിത് വിഭാഗങ്ങളും അകന്നു. അതോടൊപ്പം തന്നെ മുന്നോക്ക സമുദായമായ രജപുത്തുകളും ചില പ്രശ്നങ്ങളുമായി പാർട്ടിയുമായി പണക്കത്തിലായിരുന്നു. അപ്പോൾ ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് കുർമി, മൗര്യ കേശവ പ്രസാദ് മൗര്യയുടെ സമുദായമാണ്. അപ്പോൾ ഇവരുടെ വോട്ടുകൾ കുറഞ്ഞു എന്നതിന് ഒരുപക്ഷെ കേശവ പ്രസാദ് മൗര്യയുടെ ചില അതൃപ്തികൾ കാരണമായേക്കാം, അറിയില്ല. പക്ഷേ പാർട്ടി സമ്മതിക്കത്തില്ല.
അപ്പോൾ പിന്നാക്ക വോട്ടുകൾ കുറയാനുള്ള ഒരു കാരണം നേരത്തെ പറഞ്ഞ സംവരണവുമായി ബന്ധപ്പെട്ട സ്ഥിര നിയമനങ്ങളില്ലാത്തത്, ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് രണ്ടും ഈ പറഞ്ഞ ആദ്യത്തെ 3-4 പരാജയ കാരണങ്ങളും ഭൂപേന്ദ്ര ചൗധരി പറയുന്നത് ബ്യൂറോക്രസിയിലുണ്ടായ വീഴ്ചകൾ ആയി ബന്ധപ്പെട്ടാണ്. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ പരീക്ഷ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അത്തരം വീഴ്ചകൾ പരാജയത്തിന് കാരണമായി എന്ന് പറയുന്നു. പിന്നീടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. UP-യിലാണ് BJP വളരെ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നമ്മൾ തോന്നുന്നില്ല ഈ BJP തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് ഒരു 2 മാസം മുമ്പെയൊക്കെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ നിരന്തരം 4-5 മാസം പണിയെടുത്ത് അവസാനമായപ്പോൾ പ്രവർത്തകർ വല്ലാതെ ക്ഷീണിച്ചുപോയി എന്നുള്ള ഒരു കണ്ടെത്തൽ BJP സംസ്ഥാന ഘടകത്തിൻ്റെ പരാജയ കാരണങ്ങൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും അവസാനത്തത് വളരെ പ്രധാനപ്പെട്ടാണ്. നേരത്തെ പറഞ്ഞ സംവരണവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കളെങ്കിലും ചില സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങൾ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിങ്ങനെ പറയുന്ന 6 പരാജയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൊതുവിലുള്ള അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ഇനിയിപ്പോൾ 27-28 തീയതികളിലായിട്ട് BJP മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം ദില്ലിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഓരോ സംസ്ഥാനത്തിലെയും പരാജയ കാരണങ്ങൾ വിശദമായി കേന്ദ്ര നേതൃത്വം പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ BJP നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാര്യമായി BJP-യിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുള്ള പ്രചാരണം നടക്കുന്നു. തീർച്ചയായും സംഭവിക്കും. കാരണം BJP പോലെ ഒരു പാർട്ടി അപ്രതീക്ഷിതമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അത് തിരുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുത്തൽ പ്രക്രിയ. എന്തുകൊണ്ട് പരാജയമുണ്ടായി എന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ വരുന്നു, ചർച്ച ചെയ്യുന്നു, തിരുത്തൽ പ്രക്രിയ നടക്കും. പക്ഷേ പ്രതിപക്ഷം എന്തായി ഇന്ന്? ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ്സിന് 99 സീറ്റേ കിട്ടിയുള്ളൂ. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഭരണത്തിലേക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നുള്ള തിരുത്തൽ പ്രക്രിയയൊന്നും അവിടെയില്ല. അവർ വെറുതെ കാമ്പയിൻ നടത്തി ബഹളം വെക്കുക. ഇനിയിപ്പം 99 സീറ്റ് കിട്ടി, പ്രതിപക്ഷത്തിന് കുറച്ചുകൂടെ കരുത്തുണ്ടായി, പാർലമെൻറ്റിൽ പോവുക, ബഹളം വെക്കുക. എന്തുകൊണ്ട് തങ്ങൾക്ക് അധികാരത്തിലെത്താൻ പറ്റിയില്ല എന്നതിനെക്കുറിച്ച് ഒരു പഠനവും ഇല്ലാതെ വെറും ഒരു ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിൽ പ്രതിപക്ഷം നിൽക്കുമ്പോൾ ഭരണപക്ഷം തങ്ങൾക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തൽ പ്രക്രിയ ആരംഭിക്കുകയാണ്. ഈ തിരുത്തൽ പ്രക്രിയ ആരംഭിക്കുമ്പോൾ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് ബഹളം വെക്കൽ മാത്രം മുഖമുദ്രയായിട്ടുള്ള പ്രതിപക്ഷം ഇന്ത്യയിൽ ചെയ്യുന്നത്. അതിനെയാണ് മാധ്യമങ്ങൾ കൊണ്ടാടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ നിന്ന് പോകാൻ പോവുകയാണെന്നുള്ള ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് കെജ്രിവാളാണ്. അല്ലാതെ തന്നെ യോഗി മാറുമെന്ന് പറയാം. യോഗി മാറിയാൽ പ്രധാനമന്ത്രിയായിട്ട് മാറുമെന്നുള്ള ക്യാമ്പയിൻ ഉണ്ടായിരുന്നത് മാറിയിട്ട് അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള ക്യാമ്പയിനുകൾ വളരെ ശക്തമായി പ്രതിപക്ഷം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ BJP അമിത്ഷായുടെ താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്കാണ് അവിടെ മുൻഗണന. അതെ, യോഗി കൊടുത്ത ലിസ്റ്റൊക്കെ വെട്ടിപ്പോയി. 33 സീറ്റിലെ സ്ഥാനാർത്ഥികളെ വെട്ടിപ്പോയി. അത്രയും സീറ്റുകളിൽ പ്രതിപക്ഷം ജയിച്ചു. അപ്പോൾ യോഗി പക വെട്ടിയതാണെന്നുള്ള ക്യാമ്പയിനൊക്കെ വലിയ തോതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് മാധ്യമങ്ങളിലൊന്നും വരാത്ത ചില നടപടികൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. അത് പറയാനാണ് പ്രധാനമായും നമ്മൾ ഈ സംസാരമായിരിക്കുന്നത്. അതായത് വലിയ തോതിൽ BJP-യിൽ വലിയ പ്രശ്നങ്ങളാണ്. യോഗിക്കെതിരെ കലാപം, യോഗി ചിലപ്പോൾ പാർട്ടി വിട്ടുപോകും. കാരണം യോഗി BJP വഴി വന്ന ആളല്ല. അദ്ദേഹം ഹിന്ദു യുവവാഹിനി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ഗോരഖ്നാഥിൻ്റെ മുഖ്യ പൂജാരി എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ ഗോരഖ്നാഥിൽ മാത്രം 10-30,000-ഓളം അംഗങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു സംഘടന ഉണ്ടായി. ആ സംഘടന വഴി BJP-യുടെ ഭാഗമായി വന്ന ആളാണ്. അല്ലാതെ BJP മെമ്പർഷിപ്പ് എടുത്ത് BJP പ്രവർത്തകനായി വന്ന ആളൊന്നുമല്ല. അദ്ദേഹം ഒരു നേപ്പാൾ രാജകുടുംബത്തിൻ്റെ രാജഗുരു എന്ന പദവിയൊക്കെയുള്ള ഇന്ത്യയിലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മീയ ഗുരുസ്ഥാനം കൂടി യോഗി ആദിത്യനാഥിനുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ക്യാമ്പയിനുകൾ വളരെ വ്യാപകമായി നടക്കുമ്പോൾ അമിത്ഷാ യോഗിയെ കണ്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അമിത്ഷായും യോഗിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിൽ പൂർണ്ണ വിശ്വാസം അമിത്ഷാ അറിയിച്ചു എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയാത്ത യഥാർത്ഥ വസ്തുത. എന്നിട്ട് അമിത്ഷാ കൊടുത്തിരിക്കുന്ന ഉറപ്പ് 2027 ഇനി UP തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UP തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യോഗി ആദിത്യനാഥ് തന്നെയായിരിക്കും എന്നുള്ള ഉറപ്പ് കേന്ദ്ര നേതൃത്വത്തിനു വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP-യുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ യോഗിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു. എന്നുവെച്ചാൽ ആരോപണത്തിനെല്ലാം മുന്നേ ഒടിഞ്ഞു. കാരണം 2027 തെരഞ്ഞെടുപ്പിലും യോഗി തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ
അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് 2027 വരെ തുടരും, അതിനുശേഷവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പറയുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു ബുൾഡോസർ ലൈനുണ്ട്. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ ഈ ബുൾഡോസ് കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്ന മാത്രമല്ല, എന്തിനേയും തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളെടുക്കും. ഇതാണ് ഉദ്യോഗസ്ഥരിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്. ഇപ്പോൾ അറിയാം, അവിടുത്തെ സ്കൂളുകളിലെ അധ്യാപകർ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു തീരുമാനമെടുത്തു. അധ്യാപകർ സ്കൂളിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ഒപ്പിട്ടാൽ പോരാ, അത് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ടുവന്ന് ഇവരുടെ വെയറബോട്ട്സ്, ഇവരെപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കി. അപ്പോൾ ഇവരുടെ പരാതികൾ കൂടി കേട്ടിട്ട് ഇവരെ ഹിയർ ചെയ്തിട്ട് നടപ്പാക്കാം, കേൾക്കാം എന്ന തരത്തിലേക്ക് സർക്കാർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, ഭരണപരമായി എടുക്കുന്ന കാര്യത്തിൽ യോഗി ആദിത്യനാഥിന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാം എന്ന് അമിത്ഷാ ഉറപ്പ് കൊടുത്തു. അതായത് മറ്റാരോടും കൂടിയാലോചിച്ചൊന്നും വേണ്ട, അദ്ദേഹത്തിന് ഉചിതമെന്ന കാര്യങ്ങൾ യു പിയിൽ ചെയ്യാമെന്ന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ് അമിത്ഷാ യോഗി ആദിത്യനാഥിന്. ഏറ്റവും ആ പ്രചരണങ്ങളുടെ മുന്നോടിക്ക് ഈ ഇത്തരം തീരുമാനങ്ങൾ വന്നത് നമ്മുടെ മാധ്യമങ്ങൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവർക്ക് മസാല സ്റ്റോറികളാണ് വേണ്ടത്. യോഗി മാറ്റും ആളുകളെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചിരുന്നത്. നമുക്കും വേണം യോഗി മാറുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചിലപ്പോൾ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിരന്തരം ആളുകളെ ആകർഷിക്കാനുള്ള ടിപ്പുകൾ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ വിവാദം അവസാനിപ്പിക്കാൻ പോകാം. യഥാർത്ഥത്തിൽ നടന്നത് യോഗിയാണ് അടുത്ത 2027 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പ് പറഞ്ഞതോടെ അദ്ദേഹം മാറുമെന്നുള്ള പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. 2, അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ BJP യോഗത്തിൽ, യോഗി ആദിത്യനാഥ് ഇരിക്കുന്ന യോഗത്തിൽ കേശവ പ്രസാദ് മൗര്യ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ സർക്കാരല്ല പാർട്ടിയാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് യോഗിക്കെതിരെയുള്ള ഒരു പ്രയോഗമാണെന്ന തരത്തിൽ മാധ്യമങ്ങൾ കൊണ്ടാടി. ഞാൻ ഒരു ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്നതിലും എനിക്കിഷ്ടം ഒരു പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കാനാണ് താല്പര്യമെന്ന് കേശവ പ്രസാദ് മൗര്യ പ്രസംഗിച്ചു പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ എന്നാണ് മാധ്യമങ്ങളിൽ വന്നത്. അതിനോടുള്ള മറുപടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പാർട്ടിയല്ല സർക്കാരിനെ നയിക്കുന്ന യോഗിയാണ് തീരുമാനമെടുക്കുക എന്നുള്ള അമിത്ഷായുടെ ലൈൻ. മൂന്നാമത്തത്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സംഘടനയിലെ എല്ലാ നേതാക്കളും, BJP പാർട്ടിയിലെ എല്ലാ നേതാക്കളും യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് നടപ്പാക്കും എന്നുള്ള ഉറപ്പും അമിത്ഷാ കൊടുത്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അംഗീകരിച്ചോണം. അതെ. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതായത് ഏറ്റവും അടുത്ത ദിവസം തന്നെ യോഗിയും മോദിയും അമിത്ഷായും ചേർന്നുള്ള ഒരു മീറ്റിങ്ങും BJP കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, മുമ്പൊരു ചിത്രം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇങ്ങനെ യോഗിയുമായി നടന്നു പോകുന്നു, അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് മോദി നടക്കുന്ന ഒരു പ്രസിദ്ധമായ ചിത്രമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ചിത്രം യോഗിയുടെ ഒപ്പം മോദിയും അമിത്ഷായും കൂടെ നടന്നു പോകുന്ന ഒരു ചിത്രമായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമ പ്രചാരവേലയുണ്ടല്ലോ, BJP-യിലാകെ തെരഞ്ഞെടുപ്പ് ശേഷം BJP ആകെ നെടുക പിളരുന്ന പോലെയുള്ള പ്രശ്നം, ഭാവി പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ഒരു കൂട്ടം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് BJP-യിൽ നിന്ന് അകലുന്നു. മോദിയോട് അവിശ്വാസമുണ്ട്, യോഗിയോട് അവിശ്വാസമുണ്ട്, BJP-യിൽ തന്നെ ഇൻറ്റേർണൽ ക്ലാഷ് ഉണ്ടായിരിക്കുന്നു, കേശവ പ്രസാദ് മൗര്യ അടക്കമുള്ളവർ കലാപക്കൊടി ഉയർത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതിനോട് ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം ഈ യോഗി ഗവർണറെ ആനന്ദിബെൻ പട്ടേലിനെ പോയി കണ്ടു, ഉടനെ പറഞ്ഞു ഇത് രാജിവെക്കാൻ പോകും. അല്ലേ, അങ്ങനെയും വന്നില്ല. അപ്പോൾ ഇതോടുകൂടി അമിത്ഷാ കൊടുത്തിരിക്കുന്ന ഉറപ്പുകളോടെ UP-യിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞവരുടെ വായടയുകയാണ്. UP-യിൽ പ്രശ്നങ്ങളൊന്നുമില്ല. UP-യിലെ അവസാനത്തെ വാക്ക് യോഗി ആദിത്യനാഥാണെന്ന് BJP കേന്ദ്ര നേതൃത്വം അമിത്ഷാ ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അമിത്ഷാ ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മോദി ഉറപ്പ് കൊടുത്തു എന്നാണ്. മോദി ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ BJP-യുടെ രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ച് BJP ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. യോഗി മാറുന്നില്ല, യോഗി മാറില്ല, യോഗി തന്നെ UP-യെ തുടർന്ന് നയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.